പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, കാനാവിൽ അതിഗംഭീരമായ ഒരു കല്യാണ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിരുന്ന് സൽക്കാരത്തിൻ്റെ ഇടയിൽ വീഞ്ഞ് തീർന്നു പോകുന്നു. വീഞ്ഞ് തീർന്നു പോയ വിവരം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിച്ചപ്പോൾ യഹൂദന്റെ ശുദ്ധീകരണ നിയമപ്രകാരം പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനും കോരി വിരുന്നു വഴിക്ക് കൊടുക്കുവാനും യേശു കർത്താവ് നിർദ്ദേശിക്കുന്നു. അപ്രകാരം ചെയ്തപ്പോൾ ഗുണമില്ലാത്ത, രുചിയില്ലാത്ത, നിറമില്ലാത്ത പച്ച വെള്ളം അത് മുന്തിരിച്ചാറായി വീഞ്ഞായി രൂപാന്തരപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ യേശു കർത്താവിന് സകല അത്ഭുതങ്ങളും ചെയ്യുവാൻ സാധിക്കും. നിറമില്ലാത്ത, ഗുണമേന്മയില്ലാത്ത പച്ചവെള്ളത്തെ അവൻ മുന്തിരിച്ചാറാക്കി പരിവർത്തനം ചെയ്ത് അവിടെ ഉണ്ടാകാനിരുന്ന, ആ വീട്ടുകാർക്കുണ്ടാകാനിരുന്ന വലിയൊരു മാനക്കേടിനെ മാറ്റിക്കൊടുത്തതുപോലെ യേശു കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനും നിങ്ങളുടെ അഭിമാന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ഒന്നുമില്ലായ്മയുടെ ഈ അവസ്ഥയിൽ എല്ലാത്തിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തി നിങ്ങളെ സഹായിക്കുവാനും പോഷിപ്പിക്കുവാനും മുന്നോട്ട് നടത്തുവാനും കഴിയും. നിങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ യേശു കർത്താവ് നിങ്ങൾക്ക് താങ്ങും തണലും തുണയായി വരിക തന്നെ ചെയ്യും. ആ യേശു കർത്താവിനോട് നിങ്ങളുടെ ഇല്ലായ്മയുടെ, നിങ്ങളുടെ അവസ്ഥകളുടെ വിവരം ധരിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും അവൻ അത് പരിഹരിക്കുകയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ അഭിമാന പ്രശ്നങ്ങളെ പരിഹരിച്ചു നൽകുകയും ചെയ്യും. യേശു ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.